ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. ദാവീദ് കണ്ടത് ശൗലിൻ്റെ സൈന്യം കണ്ട അതേ ഗോലിയാത്തിനെയാണ്. എന്നാൽ ശൗൽ രാജാവ് ഉൾപ്പെടെയുള്ള സൈന്യവും ദേശവും ഗോലിയാത്തിനെ ഭയപ്പെട്ടു. വളരെ പൊക്കമുള്ള ഫെലിസ്ത്യ മല്ലനായ ഗോലിയാത്തിനെ തകർക്കുവാൻ ആർക്കും സാധ്യമല്ലെന്ന് അവർ കരുതി. എന്നാൽ ഇടയബാലനായ ദാവീദ് മനസ്സിൽ ഉറപ്പിച്ചു, ഇവൻ വളരെ വലിയവനാണ്, ഇവനെ തോൽപ്പിക്കുവാനുള്ള ഈ അവസരം ഞാൻ പാഴാക്കില്ല. ശത്രുവിൻ്റെ ശക്തി അവനെ കാണുന്നവൻ്റെ വീക്ഷണത്തിലാണുള്ളത്. ഭയമുള്ളവൻ ശത്രുവിനെ കണ്ട് പിന്തിരിയുമ്പോൾ വിശ്വാസമുള്ളവൻ അതേ ശത്രുവിനെ കണ്ട് കവിണയെടുക്കുന്നു. ദൈവം നൽകുന്ന സാഹചര്യങ്ങളെ നാം എങ്ങനെ കാണുന്നു എന്നതിന് വലിയ പ്രാധാന്യമുണ്ട്. പടയാളികൾ അവരുടെ വീക്ഷണത്തിലൂടെ ഗോലിയാത്തിനെ നോക്കിയപ്പോൾ ഭയന്നെങ്കിൽ, ദാവീദ് വിശ്വാസത്താൽ നോക്കിയപ്പോൾ അതൊരു സാധ്യതയായി ബോധ്യപ്പെട്ടു. നമ്മുടെ കാഴ്ചപ്പാട് മാറിയാൽ പ്രതികൂലത്തിൻ്റെ അർത്ഥം തന്നെ മാറും. ഭയപ്പെടുത്തുവാൻ നിൽക്കുന്ന പടുകൂറ്റൻ അവസ്ഥകളെ മറികടക്കാൻ സാധിക്കുന്നത് വിശ്വാസത്താൽ മാത്രമാണ്. തോൽവിയുടെയും പതനത്തിൻ്റെയും അതേ ചിന്തകൾ കൊണ്ട് വിജയത്തിലേക്ക് നീങ്ങുവാൻ കഴിയില്ല. മറികടക്കുവാൻ വിശ്വാസത്തിൻ്റെ പുതിയ ചിന്തകൾ വേണം. വലിയ വാളും തോളിലേന്തി ഒരു ജനതയെ മുഴുവൻ 40 ദിവസം മുൾമുനയിൽ നിർത്തിയ ഗോലിയാത്തിനെതിരെ ദാവീദ് വിശ്വാസത്തിൻ്റെ പുത്തൻ ചിന്തകളുമായി യുദ്ധക്കളത്തിൽ വന്നു. തല മുതൽ പാദം വരെ കവചങ്ങളാൽ പൊതിയപ്പെട്ട ഗോലിയാത്ത് നടന്നു വരുമ്പോൾ ഭയപ്പെടുത്തുന്ന കമ്പനങ്ങളുണ്ടായിരുന്നു. കാട്ടുപൂക്കൾ നിറഞ്ഞു നിന്ന ഏലാ താഴ്വരയിലൂടെ ഒഴുകുന്ന അരുവിയിൽ നിന്നും തൻ്റെ കവിണയിലിണങ്ങുന്ന മിനുസമുള്ള കല്ലുകൾ ദാവീദ് ശേഖരിച്ചു. വിനയത്തോടെ തല ഉയർത്തി കവിണയും ചെറുസഞ്ചിയിൽ കല്ലുകളുമായി സംശയത്തിൻ്റെ തരി പോലുമില്ലാതെ ദാവീദ് നടന്നെടുത്തു. തലയുടെ മുകളിൽ ഉയർത്തി കറക്കുന്ന കവിണ വിശ്വാസത്തിൻ്റെ കവിണയായിരുന്നു. കറക്കിയ കവിണയിൽ നിന്നും പാഞ്ഞ കല്ല് ഫെലിസ്ത്യ മല്ലൻ്റെ നെറ്റിക്ക് തന്നെ കൊണ്ടു. ഉയരമുള്ള ഗോലിയാത്ത് ചെറുബാലനായ ദാവീദിൻ്റെ ചെറുകല്ലിന് മുൻപിൽ നിലം പതിച്ചു. ഇസ്രായേലിൻ്റെ 2ാമത്തെ രാജാവായി മാറിയ ദാവീദ് ഫെലിസ്ത്യ മല്ലനെ 3000 വർഷങ്ങൾക്ക് മുൻപ് കീഴ്പ്പെടുത്തിയത് ചരിത്ര സത്യമാണ്. സങ്കീർത്തനം 33:20. നമ്മുടെ ഉള്ളം യഹോവയ്ക്കായി കാത്തിരിക്കുന്നു. അവൻ നമ്മുടെ സഹായവും പരിചയമാകുന്നു. അവൻ്റെ വിശുദ്ധ നാമത്തിൽ നാം ആശ്രയിക്കയാൽ നമ്മുടെ ഹൃദയം അവനിൽ സന്തോഷിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ച്.